ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 5 ആയിട്ടാണ്. 4 കാണാത്തവരെ കാണുക. ഓക്കെ, എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു നെതർ പോർട്ടൽ ഉണ്ടാക്കും. എന്നിട്ട് നെതറിന്ന് എക്സ്പ്ലോർ ചെയ്യും, എവിടെ സ്പോണായെന്നൊക്കെ. ഓക്കെ, പറഞ്ഞു വായിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, അതിനു മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡയമണ്ട് കണ്ടുപിടിച്ചായിരുന്നു, പിന്നെ ഒരു എൻചാൻറ്റ് ഐറ്റം ഉണ്ടാക്കി, പിന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയായിരുന്നു. നമ്മുടെ പിക്കാക്സ് ഞാൻ എടുത്തിട്ടില്ല. അന്ന് മറ്റേ എന്തായിരുന്നു, എൻ്റെ ഒബ്സൈഡൻ പൊട്ടിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു ഡയമണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ, ബാക്കി വന്നിട്ടുണ്ട് ഒരു ഡയമണ്ട് കൂടെ. പിന്നെ ഇവിടെ നമ്മളപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും നമ്മുടെ എൻചാൻറ്റിങ് റൂം. ഞാനപ്പോൾ നിങ്ങളെ ഓഫ് ക്യാമറയിൽ നിങ്ങളെ ലാഗ് അടിപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ 4 കൊണ്ട് വച്ചിട്ടുണ്ട് ഇവിടെ. അത് തന്നെ ആയിരുന്നു കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ 4 വെച്ചത്. എന്നിട്ട് മാക്സിമം എൻ്റെ ചുറ്റിനും വെക്കണം എന്നാണ് ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ എനിക്ക് 25 ലെവലുണ്ടായിരുന്നു, പക്ഷെ ഞാനത് കളഞ്ഞു അറിയാണ്ട്. ഞാനത് വെച്ച് സിൽക്ക് ടച്ച് 1 ആഡ് ചെയ്തു അറിയാണ്ട്. പിന്നെ 21 ലെവലായി. ഞാൻ ഇതെന്തെന്ന് അറിയാവോ ഗൈസ്, നമുക്ക് ഓറൊക്കെ പച്ചയായിട്ട് വെട്ടിയെടുക്കാം സിൽക്ക് ടച്ച് ഉണ്ടെങ്കിൽ. ഗൈസ്, ഞാനൊരു സാധനം കാണിച്ചാൽ നിങ്ങൾ ഞെട്ടരുത്. കാണിക്കാവേ, കണ്ട ഗൈസ്, ഇതെന്നെ എമറാൾഡ് ഓർ. നിങ്ങൾ ഓഫ് ക്യാമറ ഞാൻ മൈൻ ചെയ്ത് പോയപ്പോൾ എനിക്ക് എമറാൾഡൊക്കെ കിട്ടി ഗൈസ്. അതുകൊണ്ട് ഞാൻ സിൽക്ക് ടച്ച് ആഡ് ചെയ്തിട്ട് പിന്നെ ഞാനിതൊക്കെ പൊട്ടിച്ചെടുത്തു. പിന്നെ ഇത് നമുക്ക് ഈ ലെറ്റ്സ് പ്ലേ സീരീസ് നീട്ടിക്കൊണ്ടുപോയിട്ട് നമുക്കൊരു മ്യൂസിയം ഒക്കെ ആക്കണം. സുധിയണ്ണനെ കൂട്ടൊക്കെ മറ്റേ ലെറ്റ്സ് പ്ലേ സീരീസ് കാണും സുധിയണ്ണൻ്റെ, അതേ കൂട്ടൊക്കെ ആക്കണമെന്ന് എനിക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എമറാൾഡ് അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചത്. സുധിയണ്ണൻ്റെ ചാനലുണ്ടല്ലോ, മറ്റേ ഡീപ് സ്ലെറ്റ് എമറാൾഡ് ഓർ. എന്നാൽ ഈ ഗെയിമിൽ എമറാൾഡ് ഓർ എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് ഞാൻ അത് മൈൻ ചെയ്ത് വെച്ചത്. അതും 2 കിട്ടിയത് ഗൈസ്. ഓക്കെ, സിൽക്ക് ടച്ച് നല്ല യൂസ്ഫുള്ളാണ് ഗൈസ്. ഭാഗ്യത്തിന് എൻ്റെ ഡയമണ്ട് പിക്കാക്സിനോട് ആഡ് ചെയ്തിട്ടില്ല. ഡയമണ്ട് പിക്കാക്സിന് ഉറപ്പായിട്ട് ഞാൻ ഫോർച്യൂൺ 3 മറ്റേതൊക്കെ ആഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഞാനൊരു അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. ഒരു സാധനം കൂടെ കാണിച്ചു തരാം. സ്റ്റോറേജ് ഏരിയ പോയാൽ ഞാനിവിടെ ബുക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻചാൻറ്റിങ് ചെസ്റ്റ്. എൻചാൻറ്റ് ചെയ്ത ബുക്കും ടൂൾസ് എല്ലാം ഇവിടെ വെക്കാം, ഇഷ്ടമുള്ളപ്പോൾ എടുത്താൽ മതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒബ്സീഡിയൻ കണ്ടുപിടിച്ചിട്ട് നമുക്കൊരു നെതർ പോർട്ടൽസ് ഉണ്ടാക്കണം. നെതർ പോർട്ടൽസ് ഞാൻ എന്തായാലും നമുക്ക് മണ്ടയ്ക്കാണ് ചെയ്യണം. അതൊക്കെ നല്ലത്. നമുക്ക് എന്തായാലും ഒരു ഡിസൈനൊക്കെ ചെയ്യണം. എന്ത് ഫോട്ടോസ്, ഒരു ഏത് ഫോട്ടോലാണ് കൊടുക്കുക? എനിക്ക് തോന്നുന്നു ഞാനൊരു സാധനം ചെയ്താലോ. ഏത് ഡിസൈൻ പിടിക്കണമെന്നറിയില്ല. സർക്കിൾ എടുക്കണോ അതോ നോർമൽ ചെയ്യണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സർക്കിൾ ചെയ്യണമെങ്കിൽ 14 വേണം, നോർമലാണെങ്കിൽ 10 മതി. അതൊക്കെ നമുക്ക് ചെയ്യാം. ഞാനൊന്ന് നോക്കട്ടെ. കുറച്ച് ഒബ്സീഡിയൻ ഞാൻ കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പം എൻ്റെ വീട് എങ്ങനെയുണ്ട് ഗൈസ്? നല്ലതല്ലേ? ഇത്ര ട്രാപ്പ് ഡോറൊക്കെ വെച്ച് ഗൈസ് എങ്ങനെയുണ്ട്? ഓക്കെ, പിന്നെ ഗൈസ് ഞാൻ സാധനം ചെയ്തു. ആൻവിൽ ഞാൻ ഉണ്ടാക്കി. താഴെയാണത്, കാണിച്ചു തരാം. താഴെ ഇറങ്ങട്ടെ. ഞാൻ കമ്പോസ്റ്റ് വെച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ കെയിൻ അവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അതിന് ബോൺമിൽ ചെയ്യണമെന്ന്. നമ്മളെ ബോണൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ആൻവിൽ വെച്ചിട്ടുണ്ട്. ആൻവിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്തുവായിരുന്നു നമ്മുടെ മാറ്റർ? നമ്മൾ ഒബ്സീഡിയൻ കളക്ട് ചെയ്യട്ടെ ഗായ്സ്. 11 ഒബ്സീഡിയൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. ഇത്രയും തന്നെ മതിയായിരിക്കും നമുക്കൊരു നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ധാരാളമാണ്. ലൈറ്റാക്കാൻ വേണ്ടി നമ്മുടെ ഇതിലല്ലേ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ. ഫ്ലിൻ്റ് ഉണ്ട്. പിന്നെ വീട്ടിൽ മറ്റേ ഇതുണ്ട്, എന്ന് പറഞ്ഞു അയൺ 2 സ്റ്റാക്ക് നമ്മളെ ഉണ്ടായിരുന്നു. പിന്നെ അത് വെച്ചാണ് നമ്മൾ ആൻവിൽ ഉണ്ടാക്കിയത്. 3 അയൺ ബ്ലോക്കും പിന്നെ ഒരു ഇതുണ്ടാക്കിയത്. ഓക്കെ,
പംകിൻ കിട്ടുമായിരുന്നു നമുക്കുണ്ടല്ലോ മറ്റേ സാധനം ഉണ്ടാക്കായിരുന്നു, അയങ്കോളത്തിനുണ്ടാക്കായിരുന്നു. പക്ഷെ പംകിൻ ഇല്ലല്ലോ. അയങ്കോളം ഉണ്ടായിരുന്നു, നമ്മുടെ സേഫ്റ്റി എല്ലാം അവൻ നോക്കിയാനെ. എന്താ പറയുക, ഇല്ലല്ലോ സാധനം. ഫുഡ് ആയിക്കട്ടെ, ഫുഡില്ല. ഇപ്പം ചത്തുപോയി. ടോർച്ച് പൊട്ടിച്ചോളാം. കഴിക്കടാ നീ. അയച്ചിലിപ്പോൾ ചത്തുപോകും നീ. എൻ്റെ പൊന്നാൽവിനെ. കയറി. ഇനി നമുക്ക് നേരെ പോയി മുറുമുറാവാം. നൈറ്റായില്ല. ഭാഗ്യത്തിന് നൈറ്റായില്ല. നമ്മൾ ഒന്നപ്പോൾ നൈറ്റായില്ല. നമ്മുടെയൊക്കെ ഭാഗ്യവേ. നമ്മുടെ ഇര താണ്ടിക്കുന്നു. കാണിച്ചു തരാവേ. രാവിലെ ഒന്നും ആയിക്കോട്ടെ, അവനെ കൊന്ന് കുഴിച്ച് മൂടി നമ്മൾ. അവൻ്റെ ലെതറും എടുക്കണം നമുക്ക്. 2 ഇരകൾ. നമുക്ക് 2 ഇരയെ അങ്ങ് തട്ടാം. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പതിയെ അവന്മാരെ തട്ടാം. ആരും അറിയത്തില്ല തട്ടുന്നത്. വേണേ എൻ്റെ പശുക്കളെ കാണും, അതിനൊരു കുഴപ്പമില്ല. മരിക്കണോ നീ? അല്ല പിന്നെ. ഉമ്മാർക്ക് തീറ്റ കൊടുക്കണമല്ലോ. നിങ്ങൾക്ക് ഇപ്പം തരത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് തരുന്ന പ്രശ്നമില്ല ഇപ്പോൾ. അപ്പോൾ നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാം ഗൈസ്. നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ 11 നമ്മുടെ കിട്ടിയിട്ടുണ്ട്. 11 വെച്ചാൽ എവിടെ ഉണ്ടാക്കാനാ? ഞാൻ എവിടെ കൊണ്ടോ ഒപ്പിക്കും ഞാനിതൊക്കെ. ഏത് ഭാഗത്തോട്ട് ഇപ്പോൾ ചെയ്യും? ഞാൻ ഈ ഭാഗത്തോട്ടൊക്കെ ചെയ്താലോ? നമ്മൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ വേണ്ട, അവിടെ മുമ്പോസത്ത് തന്നെ ചെയ്തേക്കാം. ഇവിടോട്ടങ്ങ് ചെയ്യാം. 1 2 3 ഉണ്ടാക്കി. ഇവിടുന്ന് ഇനി എന്താ വേണ്ടത്? 1 2 3 അത് കാണിച്ചിട്ട് ഇവിടെ നിന്ന് മുണ്ടക്കാട്ടാണ്. അങ്ങോട്ടായിരിക്കും. 1 2 3 4. 1 2 3 4. അയ്യോ, മണ്ടക്കട്ട നമ്മുടെ സാധനമില്ല. അയ്യോ, ഇനി വേണമായിരുന്ന. ഇവിടെ ഇച്ചിരി കൂടെ മതിയായിരുന്നു. ആ ഒബ്സിഡിയൻ കൂടെ ഒപ്പിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് 3 ഒബ്സിഡിയൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മണ്ടക്കൊണ്ട് വെക്കാം. മുന്നേറി പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ആ ഒബ്സിഡിയൻ കൊണ്ട് വെക്കാം. ഒബ്സിഡിയൻ എന്തി? അതാണ്ട് 3 ഒബ്സിഡിയൻ കിട്ടിയിട്ടുണ്ട്. 3 ഒബ്സിഡിയൻ കൊണ്ട് വെക്കാം. നേരെ നമ്മുടെ നെതർ പോർട്ടൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ ഗോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഈ ഒരു ഒബ്സിഡിയൻ കൂടെ ബാക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് വല്ല വെച്ച് വയ്ക്കാം. എന്നിട്ട് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കട്ടെ. ഗൈസ്, അപ്പോൾ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ. അയ്യോ, എടുക്കണ്ട ഗൈസ്, എങ്ങാനും വുഡിൻ്റെ അവസ്ഥ കത്തിക്കളും ഗൈസ് ഉണ്ട്. ഗൈസ്, ലൈറ്റ് ചെയ്യുന്ന മുമ്പ് നമുക്ക് ഇച്ചിരി ഡിസൈനൊക്കെ ആക്കണ്ടായോ? അതിനുവേണ്ടി ഇച്ചിരി ഡിസൈൻ ആക്കാൻ വേണ്ടി നമുക്ക് ഷിയർ ഉണ്ടാക്കണം. ഷിയർ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറേ ഇലയൊക്കെ നമുക്ക് അതിൻ്റെ ചുറ്റിനും വെക്കാം. എന്നാൽ നല്ല രസമായിരിക്കും കാണാൻ. എനിക്ക് രസം ഉണ്ടാക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യണം. ഗൈസ്, നമ്മൾ നെതർ പോർട്ടിൽ ലൈറ്റ് ചെയ്യാൻ പോവാണ്. എന്ത് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്ത് കൊളുത്താൻ പോവാണ്. ഓയ്യേ. അപ്പോൾ നെതർ പോർട്ടൽ ഉണ്ടാക്കി ഗൈസ്. 2 ഗോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് കയറാം ഗൈസ്. എന്താവോ ദൈവത്തിനറിയാം. ദൈവമേ കാത്തോളണേ. അയ്യോ, ഞാൻ നെഞ്ചടിക്കുന്നതാ. നെഞ്ചടിക്കുന്ന ഗൈസ്. 5 കിടന്ന് പെടയൽ.
പിടയ്ക്ക ഗൈസ് എൻ്റെ നെഞ്ച്. അമ്മേ അയ്യോ അയ്യോ എത്ര നിർത്തി ഗൈസ്. ഗൈസ് വീട്ടിൽ പോ നീ ഇവിടെ നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ ഗോളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഓക്കെ, ഇനി ഒരു വൈൻഡപ്പ് കൊണ്ട് നടത്തിയിട്ട് പോവാണ്. ഞാൻ അത്ര നോക്കിയില്ല, എന്നാലും നോക്കാം. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ നെതർ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരു ഫോർട്രസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.